ഒരു വില്ല നോക്കുന്നുണ്ടെങ്കിൽ ബ്രഹ്മാണ്ഡമായിട്ടുള്ളൊരു വീട് നമുക്കിന്ന് സെയിലിന് വന്നിട്ടുണ്ട്. 6.5 സെന്റ് സ്ഥലത്തിൻ്റെ അകത്ത് 3 കാറുകൾ ഈസിലി പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തൃക്കാക്കര അമ്പലത്തിൻ്റെ അടുത്തായിട്ട് പാലാരിവട്ടം ബൈപ്പാസിലേക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി. വലിയ 2 കാറുകൾ ഈസിലി പാർക്ക് ചെയ്യാൻ പറ്റുകയും അതുപോലെ നമുക്ക് ഈ സൈഡിലേക്കും കാർ പാർക്കിംഗ് വരുന്ന ഒരു ബ്രഹ്മാണ്ഡ വീടാണിത്. ഇതിനകത്ത് ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രോപ്പറായിട്ടുള്ളൊരു വലിയ സിറ്റ് ഔട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത്. 6.5 സെന്റിൽ 3300 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടിന്റെ വിശേഷങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. പ്രോപ്പർട്ടിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരു ലിവിംഗ് ഏരിയ വരുന്നുണ്ട്, ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് ഇത് ഫേർണിഷ് ചെയ്തിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടി സെമി ഫേർണിഷ്ഡ് ആണ്. ലിവിംഗിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു പ്രൈവസി ഉള്ളൊരു ഡോർ വരുന്നുണ്ട്. ആനയുടെ തലയുള്ള പിടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അട്രാക്റ്റീവ്. ഇത്രയും വലിയൊരു വീടാണെങ്കിലും 3300 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിലും ഭയങ്കര എലഗൻ്റ് ആയിട്ടാണ് ഇതിനെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. സെമി ഫേർണിഷ്ഡ് ആയിട്ടുള്ള 2 വലിയ ബെഡ്റൂംസ്, അറ്റാച്ച്ഡ് ടോയ്ലറ്റുകൾ വരുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു കോമൺ ടോയ്ലറ്റും വരുന്നുണ്ട്. ഇവിടെ പ്രൈവസി ഉള്ളൊരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഹാഫ് ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചണാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സെമി ഫേർണിഷ്ഡ് ആയിട്ടുള്ള കിച്ചൺ, വുഡ് ആൻഡ് ഹോബും അതുപോലെ നമുക്കൊരു വർക്ക് ഏരിയയും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റിൽ വരുന്ന ഒരു സ്റ്റെയർ കേസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസും വുഡും വരുന്ന കോമ്പിനേഷനിലുള്ള ഒരു സ്റ്റെയർ കേസും അതുപോലെ ഹാൻഡ് റെയിലും ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വരുന്ന കളർ കോമ്പിനേഷൻസ്, അതുപോലെ ഇതിൻ്റെ ബ്രാൻഡഡ് മെറ്റീരിയൽസ്, വിൻഡോസ്, ക്രോസ് വെന്റിലേഷൻ, ഇതെല്ലാം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂംസും അതുപോലെ ഒരു തിയേറ്റർ റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് തിയേറ്റർ റൂം വരുന്നത്. കംപ്ലീറ്റ്ലി സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു തിയേറ്റർ റൂമാണ്. തിയേറ്റർ റൂമിനോടനുബന്ധിച്ച് തന്നെ ഒരു ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബാൽക്കണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പ്രൈവസി ഉള്ള ഒരു ബാൽക്കണിയാണിത്. ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന 2 ബെഡ്റൂംസ് കണ്ട് ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ അത്ര സ്പേഷ്യസ് ആണ്. വോക്ക് ഇൻ വാർഡ്രോബ് വരുന്നുണ്ട്. കൂടാതെ വലിയ 2 അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സും. സേഫ്റ്റിക്ക് ഭയങ്കര പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ടെറസ് ഏരിയ കംപ്ലീറ്റ്ലി കവേർഡ് ആണ്. അതുപോലെ തന്നെ ഡോറിന് പുറത്തായിട്ട് ഇരുമ്പിൻ്റെ ഡോർ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ വലിയ ടെറസ് ഏരിയ ആയതുകൊണ്ട് നമുക്കിവിടെ ഒരു വാഷ് ഏരിയ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ തുണി ഇറക്കിടാനോ, അത് കൂടാതെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ജിം സെറ്റ് ചെയ്യാൻ പറ്റും, ഹാങ് ഔട്ട് പ്ലേസ് ആക്കാൻ പറ്റും. ഇവിടെ നമുക്ക് മേളിലേക്ക് പോകാനുള്ള സ്റ്റെയറും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലോർ ഹൈറ്റ് ആണ്. നമ്മളിത് എടുത്ത് പറയേണ്ട ഒന്നാണ്. ഈവൻ നിങ്ങളൊരു വീട് വെക്കുകയാണെങ്കിൽ കൂടിയിട്ട് നിങ്ങളിതിൻ്റെ ഫ്ലോർ ഹൈറ്റ് കുറയ്ക്കാതെ വേണം നിങ്ങൾ പ്രോപ്പർട്ടി പണിയാനായിട്ട്. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ഇത് എടപ്പള്ളിയിൽ നിന്നും സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും പാലാരിവട്ടത്തു നിന്നും അതുപോലെ കളമശ്ശേരിയിൽ നിന്നൊക്കെ ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത്. ഇതിൻ്റെ വാട്ടർ സോഴ്സ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന് കിണറുണ്ട്. കിണർ പ്രോപ്പറായിട്ട് പ്യൂരിഫയർ വെച്ചിട്ടുള്ള ഒരു വാട്ടർ സോഴ്സാണ് നമുക്കുള്ളത്. കൂടാതെ ഇത് ഏത് ബാങ്കിൽ നിന്നും നമുക്ക് ലോൺ അവൈൽ ചെയ്ത് ഈ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ നമുക്ക് പറ്റും. 6.5 സെൻസിൻ്റെ അത് 3300 സ്ക്വയർ ഫീറ്റ്സ് വരുന്ന 4 ബെഡ്റൂം പ്ലസ് നമുക്കൊരു തിയേറ്റർ റൂം വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടേത്. ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ കാരണം അറിയാനും സൈറ്റ് വിസിറ്റിന് വേണ്ടി ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോസിനും ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിനും വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്